അസ്സലാമു അലൈക്കും ഗഫൂർ സാഹിബ്. ഈ നമ്മുടെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ SIR നടക്കുകയാണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആശങ്കകളുണ്ട്. യഥാർത്ഥത്തിൽ ഈ റിവിഷൻ ഇതിനു മുമ്പും പല ഘട്ടങ്ങളിലായി, അവസാനം 2005 ആണ് നടന്നത് എന്നാണ് മനസ്സിലാകുന്നത്, അല്ലേ? അപ്പോൾ മുൻകാലങ്ങളിലൊക്കെ നടന്നിട്ടുള്ള റിവിഷൻ പോലെ തന്നെ സ്വാഭാവികമായ ഒരു വോട്ടർ പട്ടിക റിവിഷൻ അല്ലേ നടക്കുന്നത്? ഒന്ന് ക്ലാരിഫൈ ചെയ്യാമോ അത്? സ്വാഭാവികമായ ഒരു റിവിഷനാണ് നടക്കുന്നതെങ്കിൽ ഇതുവരെ സ്വീകരിച്ചൊരു നിലപാടുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വോട്ടർ പട്ടിക അതാണോ, അതിലധികമായി ഡബിൾ എൻട്രി വന്നത് മരിച്ചുപോയവർ, അങ്ങനെ മറ്റു മണ്ഡലങ്ങളിൽ വന്നവർ, ഇവരെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു റിവിഷനാണ് ഉദ്ദേശിക്കുക. അതിനുപയോഗിക്കേണ്ടത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വോട്ടർ പട്ടിക. എന്നാൽ ഇവിടെ അടിസ്ഥാനപരമായി സ്വീകരിക്കുന്നത് 2002 വോട്ടർ പട്ടികയാണ്. ഇത് വ്യക്തമായ ഒരു ഇത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് വോട്ടർ പട്ടിക പരിഷ്കരണമല്ല. 2025 ഒക്ടോബർ 28 അർദ്ധരാത്രിയോടുകൂടി ഈ മനുഷ്യന്മാർ, ഇന്ത്യയിലെ പൗരന്മാർ അല്ല എന്ന് വിധിക്കപ്പെട്ടിരിക്കുകയാണ്. ആ വോട്ടർ പട്ടിക, അതിനുശേഷമുള്ള വോട്ടർ പട്ടിക മരവിപ്പിച്ചു കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഈ പരിഷ്കരണം ഭരണഘടന വിഭാഗം ചെയ്യുന്നത് സാർവത്രിക വോട്ടവകാശം എന്നാണ്. ഇന്ത്യയിൽ ജനിച്ച ഓരോ വ്യക്തിക്കും വോട്ട് നൽകുക എന്നുള്ളതാണ് ഭരണഘടനയുടേത്. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ പൗരത്വം തെളിയിക്കാനുള്ള രേഖകളാണ് ആവശ്യപ്പെടുന്നത്. അതായത് ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ പേരിൽ സത്യത്തിൽ ഇവിടെ നടപ്പിലാക്കപ്പെടുന്നത് CAA പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും വരാനിരിക്കുന്ന പുതിയ വോട്ടർ പട്ടികയെ അടിസ്ഥാനമാക്കിയായിരിക്കും പൗരത്വം തീരുമാനിക്കപ്പെടുക എന്ന് വരെ സംശയിക്കേണ്ടിയിരിക്കുന്നു. സംശയിക്കല്ല, അതാണ് യഥാർത്ഥം. കാരണം ആധാർ ഉള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഗവൺമെൻറ് അവൻ്റെ ജീവിതത്തിലെ എല്ലാ വിനിമയങ്ങളെയും ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഈ ഡിജിറ്റൽ ആധാർ കൊണ്ട് തന്നെ ഇവിടുത്തെ വോട്ടർ പട്ടിക പരിഷ്കരിക്കാവുന്നതാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ച നിലപാട് ഈ ആധാറുള്ളവനും പൗരനല്ല എന്നുള്ളൊരു നയം സ്വീകരിച്ചത് സുപ്രീം കോടതി ഇടപെട്ടതിന് ശേഷമാണ് ആധാറിനെ പരിഗണിക്കുന്നത്. ആധാറിനെ പോലെ ഒരു രേഖ അംഗീകരിച്ചത്. അപ്പോൾ ഇത് വളരെ ഗൗരവത്തോട് കാണേണ്ട, വളരെ ഗൗരവം എന്ന് വെച്ചാൽ ഈ ഇത് പൗരത്വം 987 ജനിച്ചതിന് ശേഷം ജനിച്ച ആളാണെങ്കിൽ അവന് വാപ്പരിമനെയൊന്നും തെളിയിക്കണ്ട. നേരെ മറിച്ച് 2004 ശേഷമാണെങ്കിൽ അത് നിലവിലുള്ള പൗരത്വ നിയമത്തിൽപ്പെട്ടതാണ്. ഇനിയിപ്പോൾ ഇതിൽ എനിക്ക് രണ്ടാമത് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോവുകയാണ്, ലോക്കൽ ബോഡികളിലേക്ക്. യഥാർത്ഥത്തിൽ അത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടികയാണല്ലോ. അപ്പോൾ അത് ഇതുമായിട്ട് ബന്ധമില്ല. ഇത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിജ്ഞാപനമാണല്ലോ. അപ്പോൾ ലോക്സഭയിലേക്കും അതേപോലെ തന്നെ നമ്മുടെ അസംബ്ലിയിലേക്കുമുള്ള വോട്ടർ പട്ടികയാണ് പരിഷ്കരിക്കുന്നത് എന്നൊരു ധാരണ എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. എന്നാൽ എൻ്റെ ഒരു ചോദ്യം, കേരളത്തിൽ ഇപ്പോൾ സ്വാഭാവികമായും താഴേക്കിടയിലുള്ള നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടി പ്രവർത്തകരൊക്കെ ഇതിൽ വളരെ എൻഗേജായി നിൽക്കുന്ന ഒരു സമയത്ത് ധൃതി പിടിച്ചാണ് ഇങ്ങനെ ഒരു പരിഷ്കരണം നടപ്പിലാക്കുന്ന മനസ്സിലാക്കുന്നത്. നേരെമറിച്ച് ഉത്തരേന്ത്യയിലെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ആവശ്യത്തിന് സമയം കൊടുത്തിട്ടുണ്ട്, താനും പലയിടത്തും വേണ്ടെന്നും വെച്ചിട്ടുണ്ട്. അതിൽ ഒരു രാഷ്ട്രീയമുണ്ടോ? അതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ബീഹാറിൽ വെള്ളപ്പൊക്കവും ദുരിതാശ്വാസവുമായി ജനങ്ങൾ കഷ്ടപ്പെടുന്ന ഒരു സീസണിലാണ് അവിടെ SIR കൊണ്ടുവരുന്നത്. എന്ന് മാത്രമല്ല, അവർ നിരക്ഷരായ ആളുകളെ കൊണ്ടാണ് ഈ ഒരു ഡോക്യുമെൻ്റ് ഇല്ലാത്ത ഈ ജനങ്ങളോട്. അങ്ങനെ 65 ലക്ഷത്തോളം ആളുകൾ ഒന്നാം ഘട്ടത്തിൽ അതിന് പുറത്തായി. എന്നിട്ട് 5-8 ലക്ഷം ആളുകളെ ചേർത്തതിന് ശേഷവും 45 ലക്ഷം പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഔട്ടായി. അവിടെ ആളുകൾ ഇല്ലിറ്ററേറ്റ് ആണ് എന്നതുകൊണ്ടും അവിടുത്തെ വെള്ളപ്പൊക്കം തുടങ്ങിയ കാലാവസ്ഥാ പ്രാതികൂല്യങ്ങൾ കൊണ്ടുമാണ് സംഭവിച്ചെന്നൊരു വാദമുണ്ടല്ലോ. അത് ബോധപൂർവ്വം ഉണ്ടാക്കിയതാണ്. ഓക്കെ, അങ്ങനെ അതായത് ഇവിടെ വോട്ട് ചെയ്യിക്കുക എന്നുള്ളതല്ല, വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതല്ല, അതിന് എങ്ങനെ അകറ്റി നിർത്താമെന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഫെഡറൽ സംവിധാനം എന്നുള്ള നിലയിൽ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 7 പതിറ്റാണ്ടായി സ്വീകരിച്ചു വരുന്ന ഒരു രീതി പരമാവധി പൗരന്മാരെ വോട്ട് ചെയ്യിക്കാൻ പ്രാപ്തരാക്കുക, ഇൻക്ലൂസീവ് ആയിരുന്നു. അതൊരു എക്സ്ക്ലൂഷനിലേക്ക് പോകുന്ന ഒരു രീതിയാണ് കാണുന്നത് എന്ന് പറഞ്ഞല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഇത് പൗരത്വ ഇതാണ് എന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഇങ്ങനെ വളരെ ഗൗരവത്തോടു കൂടി നമ്മുടെ വോട്ടർമാർ കാണേണ്ട ഒരു വിഷയമായതുകൊണ്ട് ഇതിൽ അവർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഇതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ BLOമാർ വന്നിട്ട് ഈ ഫോം 6 ആണ് വീടുകളിൽ കൊടുക്കുന്നത്. 28-ാം തീയതി മുതൽ
നവംബർ 3 വരെയുള്ളത് പരിശീലനത്തിൻ്റെ ദിവസങ്ങളാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നവംബർ 4 ശേഷം ഈ ഫോം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആളുകൾ ഇത് ഫില്ല് ചെയ്യണം എന്നാണ്. അപ്പോൾ അത് ഫില്ല് ചെയ്യാൻ ആവശ്യമായ രേഖകൾ, ഇപ്പോൾ ഇതിലൊരു 11ഓളം രേഖകൾ പറയുന്നുണ്ടല്ലോ, ആ രേഖകളെല്ലാം റെഡിയാക്കി വെക്കുക. അതേപോലെ തന്നെ ഈ സ്വാഭാവികമായും വളരെ ഗൗരവത്തോടു കൂടി കാര്യങ്ങൾ കണ്ടുകൊണ്ട് അതിൽ ആവശ്യമായ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതിലിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഞങ്ങളിപ്പോൾ വീട്ടിൽ ആളില്ല, അതേപോലെ തന്നെ തിരക്കിലാണ്, അധികം ആളുകളും പുറത്താണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാർട്ടികളുണ്ട്, തിരക്കിൽ കല്യാണങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ നിസ്സാരവൽക്കരിച്ച് കാണുന്ന ഒരു രീതി നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനൊരു സമീപനം സ്വീകരിക്കാവുന്ന ഒരു സമയമാണോ അത്? അത് വളരെ ഗൗരവത്തിലെടുക്കേണ്ടുന്ന ഒരു ചോദ്യമാണിത്. കാരണം ഇവിടെ നമ്മൾ സാധാരണ വോട്ടർ പട്ടിക നമ്മളെല്ലാ ഉത്തരവാദിത്തങ്ങളും രാഷ്ട്രീയക്കാരെ ഏൽപ്പിക്കല, അവർ ചെയ്തോളും, നമുക്ക് വോട്ട് ചെയ്താൽ മതി. ഇത് അവനവൻ്റെ പൗരത്വത്തിൻ്റെ അടിസ്ഥാന രേഖ തയ്യാറാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ 4-ാം തീയതിക്ക് മുമ്പായി ഓരോ പൗരനും ശ്രദ്ധിക്കേണ്ടത് അവൻ്റെ ഈ അടിസ്ഥാന രേഖകൾ വീട്ടിൽ ശരിപ്പെടുത്തി വെക്കുക എന്നുള്ളത്. ഒന്നും അധികമായി പോകേണ്ടില്ല. എല്ലാ രേഖകളും ഓരോരുത്തരും കാരണം രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് ഇലക്ഷൻ്റെ ചൂട് വരാൻ പോവുക. അവർക്ക് ഈ ഓരോ വിളികളെയും അറ്റൻഡ് ചെയ്യാൻ പ്രയാസമുണ്ട്. അവിടെ സീറ്റ് വിഭജനം മറ്റു കാര്യങ്ങളും ഇതൊക്കെ നടക്കാൻ പോകുന്ന സന്ദർഭത്തിൽ രാഷ്ട്രീയക്കാരെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇത് നടക്കുമെന്നുള്ള തെറ്റായ ധാരണ നമ്മൾ ആദ്യം ഉപേക്ഷിക്കുക. ഈ കൊണ്ടുവന്ന് കൊടുക്കുന്ന ഈ രേഖ എന്ന് പറയുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്ന രേഖയാണ്. അത് മിസ്സായി കഴിഞ്ഞാൽ രണ്ടാമത് കിട്ടാനും പ്രയാസമുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. സ്ക്രീനിൽ നോക്കിയാൽ മനസ്സിലാകും. അതായത് BLOമാർ നമുക്ക് ഈ ഫോം കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നേരത്തെ 2002 വോട്ടർ പട്ടികയിൽ ഉള്ള ആളുകൾ, 2002 വോട്ടർ പട്ടിക പ്രകാരം അത് ലിങ്ക് മുഖേന ചെക്ക് ചെയ്യാവുന്നതാണ്. അതിലുള്ള ആളുകൾ അതിലുള്ള കാര്യങ്ങൾ നോക്കി ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ അവർ പ്രത്യേകമായ രേഖകൾ ഹാജരാക്കേണ്ടതില്ല. ഈ ഫോമിൽ ആ വിവരങ്ങൾ പൂരിപ്പിച്ച് നൽകിയാൽ തന്നെ അവർ സ്വാഭാവികമായും പുതിയ വോട്ടർ പട്ടികയിൽ വരുന്നതാണ്. എന്നാൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് 987 ജൂലൈ 1 മുമ്പ് ജനിച്ചവർ, അവർ ഇതിൽ 2002 പട്ടികയിൽ സ്വന്തം പേരോ മാതാപിതാക്കളുടെ പേരോ ഇല്ലാത്ത ആളുകളാണ്. അവർ ഡേറ്റ് ഓഫ് ബർത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഡേറ്റ് ഓഫ് ബർത്തും അവരുടെ പ്ലേസ് ഓഫ് ബർത്തും തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണം. എന്ന് പറഞ്ഞാൽ ജനനത്തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന ഒരു രേഖ ഹാജരാക്കണം. 987 ജൂലൈ 1 മുതൽ 2004 ഡിസംബർ 2 ജനിച്ച ആളുകൾ ഇതേപോലെ തന്നെ ജനനത്തീയതിയും അതേപോലെ തന്നെ ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖകളും ഹാജരാക്കണം. അതോടൊപ്പം തന്നെ മാതാപിതാക്കളുടെ ജനനത്തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖകളും ഹാജരാക്കണം. 2004 ഡിസംബർ 2 ശേഷം ജനിച്ച ആളുകൾ ഇതേപോലെ തന്നെ ജനനത്തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖകളും മാതാപിതാക്കളുടെ രേഖകളും, ഇനി ആരെങ്കിലുമൊക്കെ ഇന്ത്യൻ പൗരനല്ലാത്ത മാതാപിതാക്കളുണ്ടെങ്കിൽ അവരുടെ ജനനസമയത്തുള്ള വിസയും പാസ്പോർട്ടിൻ്റെ പകർപ്പും, വിസയുടെയും പാസ്പോർട്ടിൻ്റെയും പകർപ്പും ഹാജരാക്കണം. ഈ 3 കാര്യങ്ങളാണ് പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടത്. ഇതിന് ശേഷം ഇതിൻ്റെ ഒരു സമയക്രമം പറയുന്നുണ്ട്. അതുകൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അത് ഒന്ന്, ഇപ്പോൾ നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയാണ് വീടുകളിൽ ഫോറം വിതരണം ചെയ്യുന്നത്. ഡിസംബർ 9 SIR കരട് പ്രസിദ്ധീകരിക്കും, ഇതിൻ്റെ പ്രാഥമികമായ കരട്. ഡിസംബർ 9 മുതൽ ജനുവരി 8 വരെയുള്ള സമയം ആക്ഷേപങ്ങളും പരാതികളും സ്വീകരിക്കാനുള്ള സമയമാണ്. അതേപോലെ തന്നെ ജനുവരി 31 വരെ അതിൻ്റെ ആന്തരികമായ പരിശോധനകളാണ്. 2026 ഫെബ്രുവരി 7 SIR അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ഇതാണ് ഇതിൻ്റെ സമയക്രമം. അപ്പോൾ ഗഫൂർ സാഹിബ്, എനിക്ക് അവസാനമായി ചോദിക്കാനുള്ളത്, ഓരോ വോട്ടറും ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളും അതിൻ്റെ സമയക്രമവും കൃത്യമായി വായിച്ച് പഠിച്ച് മനസ്സിലാക്കി ഒരുങ്ങി ഗൗരവത്തോടുകൂടി നിൽക്കേണ്ടുന്ന ഒരു പ്രവർത്തനമാഷ് ഇതിനെ മനസ്സിലാക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അതിലെന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നമ്മുടെ സമൂഹം ഏത് രൂപത്തിലാണ് അതിനെ കാണേണ്ടത്? ഇതിലിപ്പോൾ മാഷ് പറഞ്ഞ ചില ആളുകൾക്ക് ചില ഡോക്യുമെൻ്റ് വേണ്ട, എന്നാലും എല്ലാ ഡോക്യുമെൻറ്റും ഇപ്പോൾ ക്ലിയർ കാരണം ഇത് ഒരാളെ ഉൾപ്പെടുത്തുക എന്നുള്ളതല്ല, എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളൊരു അജണ്ടയാണ് ഇതിന് പിന്നിലുള്ളത്. കൊണ്ട് തന്നെ എല്ലാവരും അതോടൊപ്പം പ്രവാസികളായി വീട്ടിലുള്ള ആളുകളുടെ കാര്യത്തിൽ അപ് ടു ഡേറ്റ് ഈ മെസ്സേജുകൾ അവരുമായി കൈകാര്യം ചെയ്തിട്ട്, വിദ്യാർത്ഥികൾ, പ്രവാസികൾ, പ്രായം ചെന്നവർ, ഇവരെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. കാരണം അവർ പലപ്പോഴും ഇതിൽ സഹായം ആവശ്യമുള്ള ആളുകളാണ്.
അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വെരിഫിക്കേഷൻ സമയത്താണ് നമ്മൾ ഈ രേഖകൾ കൃത്യമായി ഹാജരാക്കേണ്ടത്. അതിന് മുന്നോടിയായി തന്നെ രേഖകളൊക്കെ നമ്മൾ കൃത്യമായി റെഡിയാക്കി വെക്കണം. അത് ഒറിജിനലായിരിക്കണം, ക്ലാരിറ്റി ഉള്ളതായിരിക്കണം. ഞാൻ ആ രേഖകളൊന്ന് പറയാം. അതിൽ 11 രേഖകൾ: 1 പാസ്പോർട്ട്, 2 ജനന സർട്ടിഫിക്കറ്റ്, 3 ഭാരതീയ പൗരത്വ രജിസ്റ്റർ, 4 താമസ സർട്ടിഫിക്കറ്റ്, 5 SLC ബുക്ക്, 6 പെൻഷൻ ഉടമസ്ഥാവകാശ രേഖ, 7 ഭൂമി ഉടമസ്ഥാവകാശ രേഖ, 8 സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ജോലിയിലെ രേഖ, 9 തദ്ദേശ സ്വയംഭരണ സ്ഥാപന സർട്ടിഫിക്കറ്റ്, 10 വാണിജ്യരേഖ, 11 ആധാർ കാർഡ്. ഇത്രയും രേഖകൾ നമ്മൾ ഏതൊക്കെ രേഖകളാണ് നമ്മുടെ കയ്യിലുള്ളത് അത് കൃത്യമായി നമ്മൾ തയ്യാറാക്കി വെക്കുക എന്നുള്ളത് ഈ പ്രോസസ്സിൻ്റെ ഏറ്റവും അനിവാര്യമായ ഒരു ഭാഗമാണ്. എനിക്ക് ഗഫൂർ സാഹിബേ, എന്താണ് അവസാനമായി ഇതിൻ്റെ ഒരു മെസ്സേജായിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇത് നമ്മൾ വന്നിട്ടില്ലെങ്കിൽ ഈ പൗരത്വം എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും തെരഞ്ഞെടുപ്പിൻ്റെയും പേരിൽ യഥാർത്ഥത്തിൽ ഇവിടെ പൗരത്വത്തിൻ്റെ നിയന്ത്രണമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്നതിലുപരി, ജനാധിപത്യ പ്രക്രിയയിലെ പങ്കാളിത്തം എന്നതിലുപരി, ഇന്ത്യയിലെ ഒരു പൗരനായി നിലനിൽക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള ഒരു പ്രോസസ്സാണ് ഈ നടക്കാൻ പോകുന്നത്. ഒരു പോരാട്ടമാണ് ശരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ 4-ാം തീയതിക്ക് മുമ്പ് ഇത് തയ്യാറാക്കി ഇവർ വരുമ്പോൾ ഇത് കൊടുത്തോളണമെന്നില്ല. കാരണം ഇതിൻ്റെ അന്വേഷണങ്ങളും ഇതിൻ്റെ പരിശോധനകളും നടക്കുമ്പോഴാണ് ഇത് കൊടുക്കേണ്ടത്. പക്ഷെ നമ്മളെ കയ്യിൽ ഇൻ കേസ് അവർ വല്ല സാഹചര്യത്തിൽ ചോദിക്കുകയാണെങ്കിൽ അപ്പം നമ്മൾ ഇതിന് പ്രയാസപ്പെടാവുന്ന. നമ്മുടെ നാട്ടിൽ സാധാരണ ഈ വോട്ട് ചേർക്കുമ്പോൾ ആളുകൾക്കുള്ള ഒരു ലാഘവത്വം ഉണ്ടല്ലോ. അത് വോട്ടല്ലേ, വോട്ടർ പട്ടികയല്ലേ, അതൊക്കെ നമുക്ക് ആ സമയമാകുമ്പോൾ ചെയ്യാം എന്ന് പറയുന്ന ഒരു അയഞ്ഞ നിലപാട് ഒരിക്കലും പാടില്ലാത്ത, വളരെ ഗൗരവമുള്ള, അതീവ സെൻസിറ്റീവായിട്ടുള്ള, നമ്മുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഒരു കണക്കെടുപ്പാണ് വരാനിരിക്കുന്നത് എന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ടായിരിക്കുകയും അത് വീട്ടിലെ ഓരോ അംഗത്തെയും കൃത്യമായി ചേർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രദ്ധയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും ജാഗരൂകരാവുകയും സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും പൊതുജനങ്ങളും വീട്ടിലെ ഓരോ അംഗങ്ങളും അത് അതിൻ്റെ ഗൗരവത്തോടു കൂടി അതായത് ഒക്ടോബർ 28 കൂടി നമ്മളെല്ലാവരും ഇപ്പോൾ പൗരന്മാരല്ലാതായി മാറിയിരിക്കുന്നു. ആയി വരണം. അപ്പോൾ അത്രക്കും ഗൗരവതരമായിട്ട് കാണേണ്ടത്. ഏതായാലും വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. താങ്ക് യു. അസ്സലാമു അലൈക്കും.